ശ്രീനന്ദ ഏറ്റവും അവസാനമെത്തിയ സ്ഥലമാണിത്. മാണിക്യധാര വ്യൂ പോയിന്റ്. ഈ വ്യൂ പോയിന്റ് മുകൾ ഭാഗം നമുക്ക് കാണാൻ കഴിയും. ആ മുകൾ ഭാഗത്താണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുക. അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തതിനു ശേഷം ശ്രീനന്ദയും കൂടെയുണ്ടായിരുന്ന 40 പേരും ഈ സ്റ്റെപ്പ് വഴി താഴെ ഇറങ്ങി ശ്രീനന്ദ ഏറ്റവും ഒടുവിലെത്തിയത് ഈ സ്ഥലത്താണ്. ഇത് മാണിക്യധാര വ്യൂ പോയിന്റ്. ഇതിൻ്റെ താഴ്ഭാഗത്തായി ഒരു വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടവും ഈ വ്യൂ പോയിന്റും കാണാൻ നിരവധി ആളുകൾ ഇവിടെ എത്താറുണ്ട്. ഇതിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാം കമ്പിവേലി കെട്ടി വളരെ സുരക്ഷിതമാക്കി മാറ്റിവെച്ച ഒരു സ്ഥലമാണ് ഈ വ്യൂ പോയിന്റ്. ഇതിന് പ്രത്യേകമായി കമാനങ്ങളൊക്കെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് കാണാവുന്നതുപോലെ വലിയ ഒരു ഗർത്തമാണ്, വലിയ ഒരു കുഴി അതിൻ്റെ ഭാഗത്തുണ്ട്. ഇതുവഴി കമ്പിവേലി നമുക്ക് കാണാം. ഈ കമ്പിവേലിയുടെ മറികടന്ന് ഇതുഭാഗത്ത് കൂടി ധാരാളം ആളുകൾ ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും ഒക്കെ ഈ ഭാഗത്തേക്ക് വരുന്നു. അങ്ങനെ ഒടുവിൽ ശ്രീനന്ദയുടെ ഒരു സെൽഫി, ഒരു ഫോട്ടോ ഉള്ളത് ഈ കല്ലിൽ ഇരിക്കുന്നതാണ്. ഈ കല്ലിൻ്റെ പിറകുവശത്ത് മരമുണ്ട്. അതിൻ്റെ മുൻപിലായിട്ട് ശ്രീനന്ദ ഇരിക്കുന്ന സെൽഫിയുണ്ട്. അപ്പോൾ ഈ കമ്പിവേലി മറികടന്ന് ഈ ഭാഗത്തെത്തി എന്നതാണ്. ഈ ഭാഗത്തു നിന്നാണ് പിന്നീട് 5:30 മണിക്ക്, ചൊവ്വാഴ്ച 5:30 മണിയോടുകൂടിയാണ്, ചൊവ്വാഴ്ച ഉച്ചയോടുകൂടിയാണ് അവർ ചിക്കമംഗ്ലൂരിലെത്തുന്നത്. അവിടുന്ന് ഭക്ഷണം കഴിച്ച് ഈ സംഘം ഈ 5:30 മണിയോടുകൂടിയാണ് ഈ വ്യൂ പോയിന്റിലേക്ക് എത്തുന്നത്. 5:30 മണി കഴിഞ്ഞ് ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ ശ്രീനന്ദയെ പിന്നെ ഇതാവുന്നു. ശ്രീനന്ദയെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ തെരച്ചിൽ നടത്തി. എന്നാൽ ശ്രീനന്ദയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസം ബുധൻ വ്യാഴം ദിവസങ്ങളിൽ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ദുരന്ത നിവാരണ സേനയുടെയും ഒക്കെ അംഗങ്ങൾ തെരച്ചിൽ നടത്തി. പക്ഷേ ശ്രമം വിഫലമായി, കണ്ടെത്താനായില്ല. വെള്ളിയാഴ്ച രാവിലെ കൂടുതൽ പോലീസും ദുരന്ത നിവാരണ സേനയും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ആളുകളും ഒക്കെ നടത്തിയ പരിശോധനയിലാണ് ഇരുന്ന ഈ പ്രദേശത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് 1500 അടി താഴ്ചയിൽ ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തിയ ഭാഗത്തേക്ക് വാഹന സൗകര്യങ്ങളില്ല, റോഡില്ല, കാടാണ്. അവിടെ ആംബുലൻസുകൾക്കോ മറ്റു വാഹനങ്ങൾക്കോ എത്താൻ കഴിയില്ല. എല്ലാവരും നടന്നു വേണം അവിടെ വരാൻ. അതുകൊണ്ട് തന്നെ ഉച്ചയോടുകൂടി ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തിയെങ്കിലും അത് ആംബുലൻസിലേക്ക് മാറ്റാൻ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി ആംബുലൻസിലേക്ക് മാറ്റാൻ 6 മണിയോട് അടുത്തു. അതിൽ മണിക്കൂറുകളോളം നടന്നു വേണം മൃതദേഹം ആംബുലൻസിലേക്ക് എത്തിക്കാൻ. അതിനുശേഷം മൃതദേഹം ചിക്കമംഗ്ലൂരു സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം രാത്രി തന്നെ കുടുംബാംഗങ്ങൾക്ക് കൈമാറി. രാത്രി തന്നെ ഇവിടെ നിന്ന് മൃതദേഹവുമായി കുടുംബാംഗങ്ങൾ നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ പ്രാഥമികമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മരണകാരണം തലയുടെ വലതുഭാഗത്ത് ഏറ്റ വലിയ മുറിവാണ്. അത് ഈ താഴ്ചയിലേക്ക് വീണപ്പോൾ സംഭവിച്ചതാണ് എന്നതാണ് പ്രാഥമികമായ നിഗമനം. അതോടൊപ്പം തന്നെ ശരീരത്തിൻ്റെ വിവിധ ഭാഗത്ത് ചതിവും അതോടൊപ്പം തന്നെ ഒടിവുമൊക്കെ ഉണ്ട്. എല്ലൊടിഞ്ഞു പോയിട്ടുണ്ട്. അതിനൊക്കെ കാരണം ഈ വീഴ്ചയിൽ സംഭവിച്ചതാണ് എന്നതാണ് നിഗമനം. അതോടൊപ്പം തന്നെ അസ്വാഭാവികമായ ഒന്നും തന്നെ ഇല്ല എന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഇന്ന് പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ വിവരമനുസരിച്ചും അസ്വാഭാവികമായതൊന്നും തന്നെ മൃതദേഹത്തിലില്ല എന്ന് തന്നെയാണ്. ഈ വീഴ്ചയിൽ സംഭവിച്ച അതാണ് ഈ മരണകാരണം. തലയുടെ വലതുഭാഗത്തുണ്ടായ മാരകമായ മുറിവാണ് മരണകാരണം. അതോടൊപ്പം തന്നെ ശരീരത്തിൻ്റെ വിവിധ ഭാഗത്ത് ചതവുണ്ട്. അതോടൊപ്പം എല്ലുകൾ പൊട്ടിയിട്ടുണ്ട്. അതൊക്കെ ഈ വീഴ്ചയിൽ സംഭവിച്ചു. ഈ മൃതദേഹത്തിൽ വസ്ത്രത്തിൽ കീറലുണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഇതിൻ്റെ ചില്ലകൾ കൊണ്ടപ്പോൾ ഉണ്ടായതാണ് എന്നതാണ് പ്രാഥമികമായ നിഗമനം. ഇവിടെ നിന്ന് താഴ്ഭാഗത്തേക്ക് വീണപ്പോൾ ഉണ്ടായ അപകടത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 1500-ലധികം അടി താഴ്ചയുള്ള വലിയ ഗർത്തമാണ് ഇവിടെ.